പ്രാർത്ഥന പോലെ ഒരു വീട് മന്നത്ത് കാണാൻ വേണ്ടി വന്നതാണ്. ഹലോ നമസ്കാരം, ഞാൻ അഞ്ജലി. പോകാം വീഡിയോയിലേക്ക്. ഈ വീടുണ്ടാകാൻ കാരണം നമ്മളാ. പേജിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് നടത്തിയാലോ? ട്വിൻസ് കൺസ്ട്രക്ഷൻ കമ്പനി ഈ കുട്ടിശങ്കരനായി നിർമ്മിച്ച വീടാണ് ഇന്നത്തെ വീഡിയോ. എന്റെ പേര് നൂറ. ഈ വീഡിയോയിലുള്ള സിജി എന്റെ ഫ്രണ്ടാണ്. അവന്റെ വീട് ഞാൻ പോയി കണ്ടു. കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ട്വിൻസ് കൺസ്ട്രക്ഷൻസ് ആണ്. വീണ്ടും ഞങ്ങൾ ഞാൻ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഞാൻ ഒരു ഗെയിമിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുൾ പ്ലാനിങ്ങും. വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ തന്നെ സലൻ ബ്രോ ഒരു 10 പ്രാവശ്യം എന്നെ വിളിച്ച് ചോദിക്കും. തലവേദനയോ ഒരു നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല ഇന്നേ വരെ. ശരിക്കും പറഞ്ഞത് ഇപ്പൊ സനൽ ബ്രോ വീഡിയോ ആയി. നമുക്ക് ഈ വീട് കാണണം, ഫാമിലിയെ പരിചയപ്പെടണം. അകത്തേക്ക് കടന്നാലോ? വെൽക്കം ടു മന്നത്ത്. കൊട്ടാര സമാനമായ ഫീൽ വീടിന് തരുന്നത് ഈ പില്ലേഴ്സ് ആണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്, മോൾഡ് അല്ല. ഈ വീടിന് എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ടാകും ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാമോ? 2800 സ്ക്വയർ ഫീറ്റിലെ 4 BHK, ഹോം തിയേറ്ററും പ്രയർ റൂമും സെപ്പറേറ്റ്. വീടിന്റെ പല ഏരിയകളുടെയും ബുദ്ധിപരമായ പ്ലാനിങ് ഞങ്ങൾക്ക് കുറേ പ്ലാനിങ് പിശകുകൾ വീട് വെക്കുന്നതിനിടയിൽ വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. വീട് പണി എന്തായി? ഞങ്ങൾക്ക് പേരുദോഷം ഉണ്ടാകാൻ വേണ്ടി 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ 1 വർഷം 2 മാസത്തിനുള്ളിൽ ഈ ഒരു വലിയ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൈവസിക്ക് വേണ്ടി ആദ്യം ചെറിയ ലിവിംഗ് സ്പേസ്, അതിനുശേഷം മെയിൻ ഫാമിലി ലിവിംഗ് ഏരിയയിലോട്ട് നമ്മൾ കടക്കുന്നു. അതുകൊണ്ട് തന്നെ വീടിന് സ്വാഭാവികമായിട്ടുള്ള തണുപ്പൊക്കെ ഉണ്ട്. ഡബിൾ ഹൈറ്റിലുള്ള ഫാമിലി ലിവിംഗ് ഏരിയയാണ്. 4 അംഗ കുടുംബമാണ്. പഴയ വീടുണ്ടായിരുന്നു, അത് നമ്മൾ റെന്റ് ഔട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് എന്തായാലും നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്യണമെന്നൊരു ഇതുണ്ട്. ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് കിച്ചൺ ഇവിടെ, റൂം ഇവിടെ വേണം. ഇങ്ങനെ ഡബിൾ ഹൈറ്റ് വേണമെന്ന് ഒരു നിർബന്ധമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ഡബിൾ ഹൈറ്റ് വേണം എന്നുള്ളത്. 2, 3, 4 പല്ലൊന്നും കാണാനില്ല. അപ്പൊ 6 വയസ്സായി. ആണോ? 1ാം ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിലാണ്. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? അത് അവളെ മുറിയായിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ ഡബിൾ ഹൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആ വോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനമുണ്ട്. ഓയിൽ പ്ലേ ചെയ്യണോ, ടെക്സ്ചർ ചെയ്യണോ, ഇങ്ങനെയുള്ള പ്ലാനിങ്ങിലൊക്കെ ഞങ്ങൾക്ക് വരാറുണ്ട്. PVC പാനലിംഗ് ചെയ്തിട്ട് അതിനകത്ത് വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയ കണ്ടു, ഫാമിലി ലിവിംഗ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. രാജകീയ പ്രൗഢിയിൽ എന്നാൽ ഒതുക്കത്തിൽ ആ ലിമിറ്റഡ് സ്പേസ് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചില്ല ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റും എന്നൊരു ഡൈനിങ് ടേബിൾ. ഇപ്പൊ ഓൾമോസ്റ്റ് ഇരിക്കാം. ഓൾമോസ്റ്റ് 8 പേർക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇരിക്കാം, സുഖമായിട്ടിരിക്കും. ചെറിയ ചില ആഡ് ഓൺസ് ആണ് വീടിന്റെ ലുക്കേ മാറ്റിയത്. ഈ ഫ്ലവർ വേസ് അങ്ങനെയാ. ഡൈനിങ് വാഷ് ഏരിയ ഡൈനിങ് ഏരിയയോട് അടുത്ത് വേണ്ടെന്ന് ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അതിനോട് ഇഷ്ടമില്ലായിരുന്നു. ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ നമ്മൾ കാണുന്ന ഒരു വാഷ് ഏരിയയാണ്. പക്ഷെ ഇവിടെ വാഷ് ഏരിയയ്ക്ക് പകരം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഷ് ഏരിയ എവിടെയെന്നായിരിക്കും അല്ലേ? പാഷ്യോ അറേഞ്ച് ചെയ്ത് അവിടെയാണ് വാഷ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. ബായോ ദേ എന്നാ ഒരു ഡോറൊക്കെ ഉണ്ട്, നല്ല രസമുള്ളൊരു ഡോറ്. അത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വാഷ് ഏരിയയിലേക്ക് വരാം. പാഷ്യോയിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്കുള്ള വ്യൂ ആണിത്. വളരെയധികം സ്പേഷ്യസ് ആണ്, രസമാണ് കാണാൻ. പിന്നെ അങ്ങ് അറ്റത്ത് കാണുന്ന ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഭംഗി. ആ ഗ്ലാസ് അങ്ങനെ ആരും ചെയ്യാറില്ല അല്ലേ? കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചുവരിൽ ആരും അങ്ങനെ ഗ്ലാസ് ഇട്ട് പരീക്ഷണം നടത്താറില്ല. 2 ഫുൾ ലെങ്ത് ടഫൻ ഗ്ലാസ് ആയിരിക്കണം. കാര്യം മാക്സിമം ലൈറ്റ് ഇൻപുട്ട് വേണം. എയർ ഫ്ലോ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഇതില്ല. വിൻഡോ 2 സൈഡിൽ പറഞ്ഞ് ആ ഡിസൈൻ ചെയ്ത് കറക്റ്റ് 2 സൈഡായിട്ട് 2 വിൻഡോ കൊടുത്തു. ആ 2 വിൻഡോയും ഓപ്പൺ ചെയ്യാം. ശരി. ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി UV പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള പെർഗോള ഗ്ലാസ്സിലും UV എല്ലാം പ്രൊട്ടക്റ്റഡ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഹാളിൽ മെയിൻ ലൈറ്റ് സോഴ്സ് വരാൻ വേണ്ടിയാണ് മാക്സിമം ലൈറ്റ് സോഴ്സ് വരണം. ഹീറ്റ് കുറവായിരിക്കണം. ഇതിലും കുറച്ച് സൺ ബ്രോയുടെ ഇൻപുട്ടും ഉണ്ട്. നമുക്ക് ഇതെങ്ങനെ വരണം, ഈ പാനലിംഗ് എങ്ങനെ വരണം, ഇതെല്ലാം എന്ന് പറഞ്ഞത് സൺബ്രോയുടെ ഐഡിയയിലാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത്. വാഷ് ബേസിൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയം കരയുകയാണ്, സുഹൃത്തുക്കളെ കരയുകയാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ സാനിറ്ററി വെയർ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. വാഷ് ബേസിന് ഒരു വൈറ്റ്, എല്ലാം വൈറ്റ് ആണ് എടുത്തത്. പക്ഷേ ഇത്രയും നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തുകൊണ്ട് എപ്പോഴും നമ്മൾ കാണുന്ന വൈറ്റിലോട്ട് ഒതുങ്ങിപ്പോയി എന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്ത വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും. നല്ല രസമുണ്ട്. എന്നാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെലക്ഷനുമാണ് അല്ലെ? 6000 രൂപ. എന്നോട് ചോദിക്കരുത് ഞാൻ എത്ര രൂപയ്ക്കാണ് എടുത്തിരുന്നത്. ഫാഷൻ നമ്മളൊരു സെപ്പറേറ്റ് റൂമായിട്ടല്ല ചെയ്തത്. 24 hours നമ്മൾ ഇതെപ്പോഴും തുറന്നിടാൻ കൂടെയാണ്. ഇപ്പോൾ നമ്മൾ മൊസ്കിറ്റോ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി മൊസ്കിറ്റോ നെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവിടെ വിൻഡോ ഉണ്ട്. ഇവിടെ ഡബിൾ ഹൈറ്റിലായാലും നമ്മൾ ടഫൺ ഗ്ലാസ്സിൽ തന്നെ അവിടെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓപ്പൺ ആയാലും നമുക്ക് ഫുൾ എയർ സർക്കുലേഷൻ സ്ട്രെയിറ്റ് ഇതിൻ്റെ അത് വീടിനകത്ത് കയറി ഇറങ്ങുന്നു. ഔട്ട്പുട്ട് കാണിക്കണമല്ലോ എന്നുള്ള ചിന്ത നമ്മളെ കൂടുതൽ അതെ. ഓരോ വീട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായ മനസ്സിൽ കുറേ ആവശ്യങ്ങളുണ്ടാവും. അത് നമ്മൾ അതിൻ്റെ ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്യും.
അപ്പൊ അതനുസരിച്ച് നമ്മൾ അത് ചെയ്തങ്ങ് പോവുകയാണ്. അഞ്ജലിയുടെ വീടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ കാര്യം എന്തായി? എന്റെ വീടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് പാളിപ്പോയെന്ന് താങ്കൾ കണ്ടു ബോധ്യപ്പെട്ടതാണല്ലോ. അതെ അതെ, ഈ ലെവലിൽ ഏതാണ്ട് ഈ ലെവൽ ഉണ്ടായിരുന്നല്ലോ, അതിന് എന്താണ് പറയേണ്ടത്? ഞങ്ങള് ഇപ്പൊ ഈ പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മുടെ ട്വിൻ ബ്രദേഴ്സിനെയാണ് വിളിക്കുന്നത്. ആശാനെ ഇങ്ങനെ ഒരു പറ്റി എന്ത് ചെയ്യണം, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഒക്കെ പറഞ്ഞുതരും. അങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു തന്നു. അപ്പൊ അത് ഏകദേശം ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. 1 മീറ്റർ 10 സെന്റിമീറ്റർ എന്നുള്ള ലെവൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്യാൻ പാടുള്ളൂ. എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാനും യൂസ് ചെയ്യാനും, നിൽക്കുമ്പോഴും ഇങ്ങനെ ചാരി നിൽക്കാം, ഇരിക്കുമ്പോഴും അത് കറക്റ്റ് ആണ്. കുഞ്ഞു സ്പേസ് ആണ്, നല്ല രസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ലെങ്ത്തിൽ ചെയ്യാം. പക്ഷെ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ടേ? അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള ഒരാളിനാണെങ്കിൽ 1.20 എന്നുള്ള രീതിയിൽ പോകും. അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണല്ലോ എന്റെ വീട്ടിലുള്ളത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങ് മുകളിൽ ചെയ്തത്. അയ്യോ, പുള്ളി അതുകൊണ്ട് ഏതാണ്ട് ഈ ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചോരാണ്, അത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ല. കണ്ടപ്പോ തന്നെ അയ്യോ എന്റെ കിച്ചൺ ഏരിയ എങ്ങനെ വേണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വരൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നമ്മൾ അവിടെ കുക്ക് ചെയ്യുമ്പം നമ്മുടെ അടുത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ മക്കളും ഒക്കെ ഇവിടെ വന്നിരിക്കുന്ന എന്ത് രസമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ അമ്മ വീട്ടിൽ വരുന്ന സമയത്ത്, നമ്മുടെ അമ്മയ്ക്ക് ചായ ഇടുന്ന സമയത്ത് അമ്മ ഇവിടെ ഇരിക്കുന്നു. ആഹാഹാ. പേശുവിലേക്ക് ഒരു വ്യൂവും കിട്ടും, വെളിച്ചമുണ്ട്. ഹായ്. ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു അടിപൊളി വ്യൂ ഇവിടുന്ന് കിട്ടും. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുക്കിങ്ങിലും വർക്കിംഗ് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒന്ന് ഇരിക്കാനോ ഒരു സ്പേസ് വേണമല്ലോ. എല്ലാം വെറൈറ്റി ആവണം എന്നാണല്ലോ നമുക്ക് ആഗ്രഹം. അപ്പോൾ വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് പിങ്ക് ചൂസ് ചെയ്തത്. കുറെ നേരത്തെ ഇതൊക്കെ ഇരിക്കുകയാണ് ഇവിടെ. കിച്ചൺ ചെയ്തിരിക്കുന്നത് ഫെറോ സിമെന്റ് വെച്ചാണ്. ഹൈലി കോസ്റ്റ് എഫക്റ്റീവ്. ചുവരിനോട് ചേർന്നിരിക്കുന്ന ഹാൻഡ് റെയിൽ സമീറയുടെ ഐഡിയ ആയിരുന്നു. LED ലൈറ്റ് ഹൈലൈറ്റിംഗ് സനലിന്റെ. 2 ബെഡ്റൂമുകളാണുള്ളത്. മാസ്റ്റർ ബെഡ്റൂം എത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണണ്ടേ. ഈ ബെഡ്റൂം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഒരാൾക്ക് ഡയറക്റ്റ് ഒരു ആക്സസ് പെട്ടെന്ന് കിട്ടാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ കയറുമ്പോഴാണ് ഇതിൻ്റെ ബാത്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് എല്ലാ റൂമിലും ഒരു എക്സോസ്റ്റ് ഫാൻ വയ്ക്കുക. ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗസ്റ്റ് ബെഡ്റൂമിൽ മാത്രമാണ് നമ്മൾ അറ്റാച്ച് ടോയ്ലറ്റ് കൊടുക്കാത്തത്. കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. വീട് വെച്ചപ്പം തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ പ്രെയർ റൂം സെപ്പറേറ്റ് ആയിട്ടിരിക്കണം. വാഷ് ചെയ്യാനും ഒതു കൊടുക്കാനും വേണ്ടി ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. സ്പേഷ്യസ് ആണ്, കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ഒരുപാട് ഇടമുള്ള വീടാണ്. ഫസ്റ്റ് ഫ്ലോർ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി 2ാമത്തെ നില. രണ്ട് ബെഡ്റൂമുകളും കിഡ്സ് റൂമുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മേക്കപ്പ് ഏരിയ വളരെ സിമ്പിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവും. സംഗീതത്തിനോട് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വീടാണ്. ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ്. സിനിമ കാണാൻ പുറത്തേ പോകണ്ട, വിശാലമായ ഒരു റൂം ഹോം തിയേറ്ററായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മന്നത്തിലെ ഏത് ഏരിയയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ചെയ്യണേ. ട്വിൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് ഐഡിയകൾ കണ്ടു. പ്രകാശവും പോസിറ്റീവ് എനർജിയും ആവോളമുള്ള വീട്. വീട് നിർമ്മാണത്തിലാണെങ്കിൽ ട്വിൻസ് കൺസ്ട്രക്ഷനെ വിളിക്കുന്ന കാര്യം പരിഗണിക്കൂ. കമലാസനാണോ ഇത്? അവിടെ കമലാസനെ കാണട്ടെ. താങ്ക് യു. ബൈ.